എല്ലാവരുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് എനിക്ക് അത്ര താല്പര്യമില്ല. ജോലി ചെയ്തു, ജോലി നന്നായി ചെയ്തോ ഇല്ലയോ, കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല. പ്രേക്ഷകരോട് ഭയങ്കരമായ ഒരു അടുപ്പം തോന്നാനും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. ഞാനൊരു മാഷായിട്ടോ ബാങ്ക് ജോലിയായിട്ടോ ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ബിസിനസ്സൊന്നും പറ്റില്ല. വേറെ നമ്മളും ഒരു സ്ഥാപനവും മാത്രമായി നിൽക്കുന്ന ഒരു ബന്ധമുള്ള ഒരു തൊഴിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രീതിക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിലായതുകൊണ്ട്, ഈ ഒരു ജോലിയിലായതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സൊസൈറ്റിയോട്, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രേക്ഷകരോട്. അവർ നമ്മളുടെ മേലിൽ വിശ്വസിച്ച് മുടക്കുന്ന ആ ഒരു ടിക്കറ്റിൻ്റെ കാശിന് നമ്മൾ മൂല്യം കൽപ്പിക്കണം. അത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്ന് വളരെ ഒരു കുറച്ചും കൂടി സെൽഫിഷ്, കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ്, ഒരു തോന്നിവാസിയായി പോയതിന് കുറച്ചും കൂടെ. ഇപ്പം അല്ല എന്നല്ല കേട്ടോ, ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഇല്ല. പക്ഷേ ഞാൻ മറ്റേതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് പറയാൻ അവകാശവും അധികാരമുണ്ട്. കാര്യം അവരുടെ കാശിനും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അത് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കിഷ്ടമല്ലായിരുന്നു താങ്കളെ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ അത് പറയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. നമ്മളെല്ലാവരും. ജാഫർ ഇടുക്കി. ജാഫർക്ക് ആയിട്ട് ഞാനൊരു സിനിമ ഈ അടുത്ത് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ബിഗ് ബി തൊട്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ ആക്ടറെ അല്ല ബിലാലിക്ക എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ജാഫർക്കയുടെ മഹേഷിൻ്റെ ഇഷ്ടംപോലെ വേഷങ്ങളും, ചുരുളി നമുക്കിഷ്ടമാണ്. ജാഫർക്ക് ഞാനും പുറത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാജൻ ബേക്കറിയിൽ വന്ന് ഒരു ഗംഭീര ഗസ്റ്റ് റോൾ ചെയ്തിട്ട് പോയ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അന്ന് ഇറങ്ങിയ ടൈമിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആ സീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ അടുത്ത് ഞാൻ ആ പടം ചെയ്യുമ്പോൾ ജാഫർക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നല്ല രസമുള്ള. അപ്പോൾ അദ്ദേഹം പറയുമ്പോഴേ, നിന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയാ. എനിക്കത് ഇഷ്ടമായിരുന്നു. പുള്ളി ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു, എനിക്ക് മോനെ മക്കളെ, എനിക്ക് നിന്നെ ഒരു സമയത്ത് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നിൻ്റെ വെള്ളിമൂങ്ങ കണ്ടു, അന്ന് എൻ്റെ അഭിപ്രായം മാറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് തോന്നാം ചില വ്യക്തികളോട് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ നേരിട്ട് അറിയില്ലെങ്കിൽ അവരുടെ രൂപം ഇൻ സെൻസ് അവരുടെ എന്തെങ്കിലും ഒരു മുഖഭാവം ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാം. എല്ലാം തികഞ്ഞവരല്ലല്ലോ മനുഷ്യർ. അപ്പം അത് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. എനിക്കങ്ങനെ തോന്നുന്നു. ഇഷ്ടംപോലെ പേര് കോളേജിലും ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളത് ക്യാരി ചെയ്യുന്നില്ല. പുള്ളിയും ക്യാരി ചെയ്തിട്ടൊന്നുമില്ല. എവിടെയെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു താല്പര്യക്കുറവ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെള്ളിമൂങ്ങ കണ്ടില്ലായിരുന്നെങ്കിൽ സാജൻ ബേക്കറിക്ക് വിളിച്ചിരുന്നെങ്കിൽ പുള്ളി വരില്ലായിരുന്നു. അങ്ങനെയും പറഞ്ഞു, അഭിനയിക്കാൻ പോലും വരില്ലായിരുന്നു കൂടെ. അപ്പോൾ അത്രയ്ക്കും ഒരു വിരോധിയായി. എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ ഓപ്പണായിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കത് കോളേജ് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, വളരെ ബ്ലണ്ടാണ് അവർ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പൊതുവേദികളിലല്ലാതെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളുടെ. ഇപ്പോൾ ഈ സിനിമ റിവ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇവരൊക്കെ വളരെ പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ കുറ്റം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ള മാനേജർ മുഹമ്മദ്, ഞാൻ ഇന്നും വിനീതും നിവിനും ഉൾപ്പെടെ ഇവർക്കൊക്കെ അറിയാം. ഞാൻ പഠിച്ചത് ഇവരുടെയൊക്കെ സുഹൃത്താണ്, ധ്യാൻ്റെയൊക്കെ, മിഥുനൊക്കെ അറിയാം. അതായത് ചില ഷോട്ടൊക്കെ ഞാൻ ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയും എന്ത് ബോറായിരുന്നെന്ന് പറയും. ഒന്നോർത്ത് ഒരു ഷോട്ട് കൊടുത്തിട്ട് നമ്മളടുത്ത് ഒരാൾ മുഖത്ത് നോക്കി വളരെ തല്ലിപ്പൊളിയായിരുന്നു. പടം ഞാൻ പറയുന്നില്ല, ഒരു സിനിമയുടെ പ്രിവ്യൂ ഞാൻ അഭിനയിച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് എൻ്റെ സംവിധായകനും ഞാനും, ഇദ്ദേഹം ബിരിയാണിയാണ് എന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇദ്ദേഹം ബിരിയാണി ഞങ്ങൾക്ക് തരിക. അപ്പോൾ സംവിധായകൻ ചോദിച്ചു ഇദ്ദേഹത്തോട്, മുഹമ്മദേ പടം എങ്ങനെയുണ്ട്? വളരെ മോശമാണ് സാറേ. മുഹമ്മദ് പറയുവാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലിയിൽ അത് കീപ്പ് ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ ഇച്ചിരി ഡിപ്ലോമസി കാണിക്കേണ്ടി വരും. ഇപ്പോൾ വേറൊരാൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് കളയാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക ഒക്കെ ചെയ്യാം. ജോലി ചെയ്യുമ്പം അത് കൊള്ളൂല എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഞാനും പറയാറുണ്ട്. ജോലിക്കാര്യങ്ങൾ, ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആ വ്യക്തി എന്നോട് ചോദിച്ചാൽ പറയും. എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പല ക്രിറ്റിസിസംസ് അവരൊക്കെ സിനിമയെ തകർക്കുന്നു അല്ലെങ്കിൽ മാനസികമായി ബാധിക്കുന്നു എന്നൊക്കെ
പലരെയും ബാധിക്കുന്നുണ്ട്. ഐ എഗ്രി ടു ഇറ്റ്. എന്നോട് ആ ചോദ്യം വരുമ്പോൾ എനിക്കത് വളരെ മൈൽഡായിട്ട് ഇവരുടെയൊക്കെ ഇത് തോന്നിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ ചുറ്റുവട്ടവും ഉള്ള എൻ്റെ കോളേജ് തൊട്ടുള്ള സുഹൃത്തുക്കൾ എന്നെ ശീലിപ്പിച്ചതും ഇന്ന് ഞാൻ അവരോട് ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് എൻ്റെ 11 പേര് ടു 20 പേരുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അതിൽ 11 പേര് ഞങ്ങൾ വളരെ ആത്മബന്ധമുള്ള വ്യക്തികളാണ്. ഞങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയിൽ എന്ത് കാര്യവും കണ്ടതും പറഞ്ഞതും ശീലിച്ചതൊക്കെ സ്ട്രെയിറ്റ് മുഖത്ത് ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ പിന്നിൽ ഒരു ഇമോഷൻ കീപ്പ് ചെയ്തിട്ടല്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ശീലം നമ്മളെ ശീലിപ്പിക്കുമല്ലോ. അല്ല, അതുകൊണ്ടാണ് തോന്നുന്നു അജു എൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ അശ്വങ്കൊക്കെ പറഞ്ഞ ബലിക്കല്ലിൽ അടിക്കണമെന്ന്. അജു എന്നെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. ഉറപ്പല്ലേ? എൻജോയ് ചെയ്ത് ആ കമൻറ്റിനെ ഞാൻ ഉള്ളിൽ എടുത്ത ഒരു സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതിനെ ഞാൻ കാര്യം പുള്ളി കാശ് മുടക്കി എൻ്റെ ഒരു സിനിമ കണ്ട ആളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഞാൻ മറ്റ് റിവ്യൂകൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്, നല്ലത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു? എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പം ആരുടെയാ? എൻ്റെയാണ്. അപ്പം ഞാനത് തിരുത്താതെ അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കാതെ അതാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ രാജാവ് നഗ്നന, അന്ന് ഞാൻ പറഞ്ഞ ലൈൻ ഇതാ നമ്മുടെ ഇൻ്റർവ്യൂ. രാജാവ് നഗ്നനാന്ന് വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം ചെയ്യൂ, തുണിയെടുത്ത് കൊടുക്കൂ. കാര്യം രാജാവിന്, ഞാൻ രാജാവെന്ന് പറയല്ല, മനസ്സിലായി, ആ വ്യക്തിക്കെങ്കിലും തോന്നണ്ടേ ഞാൻ ന്യൂഡാണെന്ന്. ന്യൂഡായിട്ടും ഞാൻ ന്യൂഡല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞാൻ പറയുന്നു, ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ സെൻസിബിളായിട്ട് പറയാൻ, വ്യക്തിഹത്യകൾ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഒരാളുടെ വീട്ടുകാർ, ഒരാളുടെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്തവരെയൊക്കെ വലിച്ചഴിക്കുന്നതോ അധരനാമങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് മാന്യമായിട്ട് പറയാമല്ലോ. ഏയ് മിസ്റ്റർ എക്സ്, ഈ പറഞ്ഞ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ഉഴപ്പുന്നുണ്ട്, നിങ്ങൾ വളരെ മോശമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്, എന്നിട്ട് ആ ക്യാരക്ടർ നിങ്ങൾ എവിടെയൊക്കെ പാളിപ്പോയോ, അതിൽ ഇച്ചിരി സർക്കാസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ രൂപങ്ങളും എല്ലാം ഇവൻറ്റ്ഫുൾ ആക്കുക എന്നുള്ള ഇന്നത്തെ ട്രെൻഡ് അല്ലേ? അത് അയാൾക്ക് അത് എഴുതിയില്ല ഡയലോഗ് പോലെ നമ്മളത് ആഘോഷിക്കുക, നമ്മളതിനെ അല്ലേ സെലിബ്രേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക. ആ സെലിബ്രേഷൻ്റെ ഒരു തലമുറയെന്ന്, ആ തലമുറയോടൊപ്പം നമ്മൾ പോകണമെങ്കിൽ നമ്മളെല്ലാം സെലിബ്രേഷനായിട്ട് കാണണം. അങ്ങനെ കണ്ട എല്ലാവർക്കും അങ്ങനെ കഴിയില്ല കേട്ടോ. കഴിയും. കാര്യം ഇത് ചുറ്റും കൂടാൻ പോകുന്ന കഴിയുമെന്ന് പറഞ്ഞാൽ അജി കെട്ടിയേൽപ്പിക്കുകയാണ്. എല്ലാവരും അങ്ങനെ ആകണമെന്നാണ് ഞാൻ പറഞ്ഞല്ല. കഴിയും എന്ന് പറഞ്ഞത് ഇത് നിൽക്കാൻ പോണില്ല, കാഠിന്യം വർദ്ധിക്കാൻ പോണേ ഉള്ളൂ. ഇപ്പോഴേ ശീലിച്ച അവരവർക്കുള്ള ആ ശീലമാക്കി എടുക്കണം. വേറെ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഈ ജോലി വിടണം, ഇല്ലെങ്കിൽ എല്ലാത്തിലും അടിപൊളിയായിട്ട് സംഭവിക്കണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.